ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ യൂനിസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡെസ്ക് ഓർഗനൈസിങ് പ്ലസ് ജേർണലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫയലിൽ നിന്ന് എൻ്റെ മാത്സിൻ്റെ അസൈൻമെൻ്റ് ഒക്കെ എടുത്ത് എല്ലാവരും കാണിക്കുന്നുണ്ട് കേട്ടോ. നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട് പേജ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ അസൈൻമെൻറ്റ് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് പ്രൈം നമ്പേഴ്സ് ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ പേപ്പേഴ്സും കുറേ ബുക്സും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വലിച്ച് വരി ഇട്ടിട്ട് വേണ്ടാത്തെല്ലാം എടുത്ത് ഞാൻ മാറ്റി. വേണ്ടിയല്ല, ഞാൻ അവിടെ അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചു കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ. ഇതാണ് എൻ്റെ ജേർണലിംഗ്. എൻ്റെ ജേർണലിംഗ് ബുക്ക് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ജേർണൽ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. എൻ്റെ ഫേവറേറ്റ്, കൂടുതൽ ഇഷ്ടപ്പെട്ട എനിക്ക് ആ ബ്ലൂ ജേർണലായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ജേർണലിംഗ് കൂടെ ചെയ്യാം കേട്ടോ. ഓർഗനൈസിങ് ഞാൻ മൊത്തം കാണിക്കുന്നില്ല, ജേർണലിംഗ് ഞാൻ മൊത്തം കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചാവാം നമുക്ക് ഇന്നത്തെ ജേർണലിംഗ്. കൂടുതലും ഞാൻ ഇന്നത്തെ ജേർണലിങ്ങിൽ സ്റ്റിക്കേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോ ഫ്രെയിം എന്നാണ് ഇതിന് പറയുന്നത്. എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല, അറിയാവുന്നല്ല ഞാൻ ഈ വീഡിയോ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ടു ഡു ലിസ്റ്റ് ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം ഒരു സ്റ്റിക്കർ ഞാൻ 5 കളറുണ്ട്. അപ്പോൾ അവർക്ക് ഏതെടുക്കണം ആലോചിച്ചു ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പം ഞാൻ ലാസ്റ്റത്തേലേക്ക് കൈയൊന്നും പോയെങ്കിലും എൻ്റെ മൈൻഡിൽ പിന്നെ ഫസ്റ്റ് തന്നെയാണ് വന്നത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഇതേപോലത്തെ കുഞ്ഞു സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യം ഡാർക്ക് ഷെയ്ഡ് ഒട്ടിച്ചപ്പോൾ അടിയിലത്തെ ലൈറ്റ് ഒട്ടിച്ചു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫോട്ടോ ഫ്രെയിം തന്നെ അല്ലേ പറയും, എനിക്കറിയൂടെ, അറിയാവുന്നതിൻ്റെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ നടുക്കോട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തായിട്ട് ഈ ഒരു ക്ലൗഡിൻ്റെ ഈ ഒരു സ്റ്റിക്കർ എവിടെ ഒട്ടിക്കും ഞാൻ ആലോചിച്ചിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ മണ്ടയ്ക്ക് ഒരു മൂണിൻ്റെ മൊത്തം കാണില്ല, ഒരു സർക്കിളിൻ്റെ 1/4 കാണുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ അങ്ങോട്ട് ആ ഒരു ക്ലൗഡ് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ചെയ്യാൻ ഓർത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഏറ്റവും അടിയിലേക്ക് ഒരു പൂക്കളൊക്കെ നിൽക്കുന്ന ഒരു കലണ്ടർ സ്റ്റിക്കേഴ്സ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അതൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ കളറാക്കാനായിട്ട് ഞാൻ സ്റ്റിക്കറിലൊരു കോട്ട ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ മണയ്ക്ക് ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള വേറൊരു സ്റ്റിക്കറും കൂടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്താണ് എഴുതിയേക്കുന്നത്, എൻജോയ് ദ പ്രോസസ് എന്നാണ് എഴുതിയേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ജേർണലിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ള. ഇതെൻ്റെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബോക്സാണ് കേട്ടോ. എൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാരെല്ലാം കൂടി ഈ ബോക്സ് എടുത്ത് അങ്ങോട്ട് കൊണ്ട് തലങ്ങും വിലങ്ങും വെച്ചാണ് കളിക്കുന്നത്. അപ്പം ഞാൻ ഈ ജേർണലിങ് ചെയ്ത് ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.